നിയുക്ത തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി വിജയ്, അദ്ദേഹം മൂന്നാമത്തെ പ്രാവശ്യവും ഗവർണറെ കാണാൻ 6 മണിക്ക് പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ ടി വിക്ക് തമിഴകം വെട്രി കഴകത്തിന് 108 പേര് MLA-മാരുടെ സ്കോറിംഗ് ഉണ്ടായിരുന്നു. അതിലൊന്ന് ഡബിളാണ്. കാരണം വിജയ് 2 സ്ഥലത്ത് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ 107 MLA-മാരുടെ പിന്തുണയാണ് അദ്ദേഹത്തിനെ കൂടെ ചേർത്തുള്ളത്. പക്ഷേ കേവല ഭൂരിപക്ഷത്തെ 118 വേണമല്ലോ, അതിലേക്ക് ആണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നമ്പർ കിട്ടാതെ അങ്ങനെ ആ 118 പേരുടെ ഒപ്പില്ലാതെ മുഖ്യമന്ത്രിയായിട്ട് ക്ഷണിക്കില്ല എന്നാണ് തമിഴ്നാട്ടിലെ ഗവർണർ ആർലേക്കർ പറഞ്ഞത്. ഏതായാലും 2 പ്രാവശ്യം വന്നിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി. പക്ഷേ ഇന്ത്യയുടെ പാരമ്പര്യമനുസരിച്ചും ഭരണഘടന അനുസരിച്ചും ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന ആളെ മുഖ്യമന്ത്രിയായി ക്ഷണിക്കുകയാണ് പതിവ്. അതിന് വിപരീതമായിട്ടാണ് ആർലേക്കർ അവിടെ കാണിച്ചത്. ഭൂരിപക്ഷ കക്ഷിയായ ആൾ 6 മാസത്തിനകം മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നാൽ 6 മാസത്തിനകം ഭൂരിപക്ഷം തേടിയാൽ മതി എന്നാണ് ഇന്ത്യയിൽ ഇതുവരെയുള്ള പാരമ്പര്യവും ഇതുവരെയുള്ള നമ്മുടെ നാട്ടിലെ പതിവും. പക്ഷേ അതിന് വിപരീതമായി 108 പേരുടെ കേവല ഭൂരിപക്ഷത്തിന് 108 പേരുടെ ഒപ്പ് വേണം എന്ന് ഗവർണർ ശാഠ്യം പിടിച്ചെന്നാണ്. 2 പ്രാവശ്യം അദ്ദേഹം മടങ്ങി. 3-ാമത്തെ പ്രാവശ്യം മാജിക്കൽ നമ്പരുമായിട്ട് പോയി ഇരിക്കുന്നു എന്നാണ് കരുതുന്നത്. 6 മണിക്ക് അദ്ദേഹം ചെല്ലുന്നു എന്നും അറിയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ 108 പേര് എന്ന് പറഞ്ഞാൽ 107 പേരുടെ സീറ്റാണ്. 107 പേര് MLA-മാരെ കൂട്ടേണ്ടി വരും. അതുപോലെ കോൺഗ്രസ് നിരുപാധികമായി പിന്തുണ അങ്ങ് പ്രഖ്യാപിച്ചു. 5 പേര് എന്ന് പറഞ്ഞാൽ 112 പേരുടെ പിന്തുണയായി. ഇപ്പോഴേ ഇടതുപക്ഷത്തിൻ്റെ CPM-ഉം CPI-യും അവർക്ക് 2 പേര് അവിടെ MLA-മാരുണ്ട്. VCK അവർക്കും വിടുതലെ ചിരിതൈകൾ കക്ഷികൾ എന്ന VCKക്ക് 2 പേരുണ്ട്. അപ്പോൾ 6 പേരുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള കേവല ഭൂരിപക്ഷം 118 എത്തും. പക്ഷേ CPI-യും CPM-ഉം 4 പേരെ അവരുടെ പിന്തുണ പ്രഖ്യാപിച്ച ലെറ്റർ കൊടുത്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. VCK-യും കൊടുക്കുമായിരിക്കാം 6 മണിക്ക് മുമ്പ്. അതുകൊണ്ട് ആ 118 പേരുടെ നമ്പരുമായി അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്നാണ് വരുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ സ്റ്റാലിൻ്റെ DMK അതുപോലെ അണ്ണാ DMKയുടെ ചേർന്ന് അവർ 100-125 പേര് MLA-മാർ വരും. അവർ ഭരണത്തിലേക്ക് വരാം, അവർക്ക് സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ 2 പേരും ആ കാര്യത്തിൽ യോജിപ്പിലെത്തിയില്ല. അതിനകത്ത് DMK സ്റ്റാലിൻ പറഞ്ഞത് ഒരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. DMK വോട്ട് ചോദിച്ച് അങ്ങനെയാണ്. അതുകൊണ്ട് ഭരണത്തിലേക്ക് മറ്റേ അണ്ണാ DMK-യുമായിട്ട് ചേർന്ന് വരാൻ കഴിയില്ല എന്ന് തന്നെ പറഞ്ഞു. അത് ഏതായാലും നല്ല കാര്യം. അത് ഒരു ധാർമ്മികതയുടെ കാര്യമെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞല്ലോ, അത് നല്ല കാര്യമായിട്ട്. അതേസമയത്ത് കോൺഗ്രസ് DMK-യുമായിട്ട് ആലോചിക്കാതെ നിരുപാധികമായി ഓപ്പണായിട്ട് 5 പേരുടെ പിന്തുണ വിജയ്ക്ക് കൊടുത്തതിൽ പ്രതിഷേധിച്ച് DMK പാർലമെൻറ്റിലെ കനിമൊഴി അവരുടെ MP അവർക്ക് കോൺഗ്രസിനൊപ്പം ഇനി ഇരിക്കാൻ കഴിയില്ല, വേറെ സെപ്പറേറ്റ് ആയിട്ട് ആ ബ്ലോക്കിൽ ഇരിക്കാൻ കഴിയില്ല, സെപ്പറേറ്റ് ആയിട്ട് ബ്ലോക്ക് വേണം എന്ന് ലോക്സഭാ സ്പീക്കർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസുമായിട്ട് അവർ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. കോൺഗ്രസുമായിട്ടുള്ള അകൽച്ച നമുക്ക് മനസ്സിലായി. അത് 5 പേരുടെ പിന്തുണ DMK-യോട് ആലോചിക്കാതെ നിരുപാധികമായി വിജയ്ക്ക് കൊടുത്തതിൽ ഉള്ള പ്രതിഷേധിച്ച് തന്നെയാണ് ഈ മനമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ DMK-യും അതുപോലെ അണ്ണാ DMK-യും ദ്രാവിഡ മുന്നേറ്റത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് 2 പേരുടെയും പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ എയിം അതാണ്. അതേസമയത്ത് വിജയയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. വിജയ് തമിഴകത്തിൻ്റെ മൊത്തമായ കാര്യങ്ങളെടുത്ത് ആണ് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ട തയ്യാറാക്കിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോഴും 118 പേരുടെ പിന്തുണ കേവല ഭൂരിപക്ഷത്തിൽ കിട്ടിക്കഴിഞ്ഞു എന്ന് കരുതുന്നു. കാരണം VCK 2, CPI 2, CPM 2, കോൺഗ്രസിൻ്റെ 5, 6, 5, 11, 107 പ്ലസ് 11, 118. അങ്ങനെ കേവല ഭൂരിപക്ഷം എത്തിക്കഴിഞ്ഞാൽ അവിടെ മുഖ്യമന്ത്രിയായി നാളെ തന്നെ അദ്ദേഹം ചാർജ് എടുക്കാനാണ് സാധ്യത. ഇന്ന് അദ്ദേഹം 6 മണിക്ക് ഗവർണറെ കണ്ടു കഴിയുമ്പം 118 പേരുടെ പിന്തുണ
പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ലെറ്റർ അത് കൈമാറിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ ക്ഷണിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഒരു സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് ബി ജെ പിക്ക് അവിടെ ഒന്നും പ്രവർത്തിക്കാനേ കഴിയില്ല. കാരണം ഭൂരിപക്ഷം സീറ്റുകളും അണ്ണാ ഡി എം കെയും അവർക്ക് 71 സീറ്റുകളുണ്ട്, അണ്ണാ ഡി എക്ക് 54 സീറ്റുകളുണ്ട്, ഡി എം കെക്ക് 71 സീറ്റുകളുണ്ട്. അവർ രണ്ടുപേരും കൂടെ യോജിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തമിഴ്നാട് ഭരിക്കാമായിരുന്നു. പക്ഷേ വിജയ്ക്ക് ആ മാജിക്കൽ നമ്പർ കിട്ടി എങ്കിൽ വിജയ് തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായി അടുത്ത ദിവസം ചാർജ് എടുക്കുന്നത് നമുക്ക് കാണാം. ഏതായാലും വിജയ്ക്കും വിജയുടെ പാർട്ടിക്കും എല്ലാ വിജയ ആശംസകളും നേരുന്നു.